ജീസസ് റെയിൻസ്, യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ബിസിനസ്സിൽ വിജയം. ബിസിനസ്സിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ? ഇപ്പോൾ തന്നെ നിങ്ങൾ ബിസിനസ്സിലായിരിക്കുന്നുവോ? അങ്ങനെയെങ്കിൽ ഈ ആലോചനകൾ വളരെ പ്രയോജനമാകുന്നു. കഴിഞ്ഞ എപ്പിസോഡിലും ഞാൻ ബിസിനസ്സിനെ കുറിച്ച്, വ്യാപാരത്തെക്കുറിച്ചാണ് നിങ്ങളുമായി പങ്കുവച്ചത്. ഈ എപ്പിസോഡ് കാണുന്നവർ തീർച്ചയായിട്ടും ഇതിന് തൊട്ട് മുൻപുള്ള എപ്പിസോഡ് കൂടെ കാണണം. നിങ്ങൾക്ക് ഈ മേഖലയിൽ ബൈബിൾ അടിസ്ഥാനത്തിൽ വിജയം സ്വീകരിക്കുവാൻ കഴിയും. ദൈവവചനത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ ഞാൻ വായിക്കുന്നു. സദൃശ്യവാക്യം അതിൻ്റെ 10-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. അധ്വാനത്തിൽ അതിനോട് ഒന്നും കൂടുന്നില്ല. മലയാളത്തിലുള്ള 2-ാമത്തെ ഭാഗം അത്രത്തോളം ട്രാൻസ്ലേഷനിൽ കൃത്യമല്ല. സദൃശ്യവാക്യങ്ങൾ അതിൻ്റെ 10-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം ഇംഗ്ലീഷിൽ വായിക്കുന്നു. The blessing of the Lord makes one rich, and he adds no sorrow with it. സങ്കടവും ദുഃഖവും നിഷേധാർത്ഥകമാകുന്ന പരിണിത ഫലങ്ങളുമില്ലാത്ത സമ്പത്ത് എങ്ങനെ ലഭിക്കും? അത് ഒരു വ്യക്തിയുടെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വരുമ്പോഴാകുന്നു. The blessing of the Lord makes one rich, and he adds no sorrow with it. അനേകർക്ക് സമ്പത്ത് ലഭിക്കുന്നുവെങ്കിലും അതിൻ്റെ കൂടെ തന്നെ ദുരിതങ്ങളും കഷ്ടങ്ങളും രോഗങ്ങളും കടന്നു വരികയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേലുണ്ടെങ്കിൽ, ശരിയായ നിലയിൽ ദൈവവചനാടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് സമ്പത്ത് ലഭിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ സോറോ ഉണ്ടാകത്തില്ല. അതിൻ്റെ കൂടെ സങ്കടമോ ദുരിതങ്ങളോ ഉണ്ടാകത്തില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു. 112-ാമത്തെ സങ്കീർത്തനം 112-ാമത്തെ സങ്കീർത്തനം 3-ാമത്തെ വാക്യം. ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും. ആരുടെ വീട്ടിൽ? 1-ാം വാക്യം ശ്രദ്ധിക്കുക. യഹോവയെ സ്തുതിപ്പീൻ, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ്റെ വീട്ടിലാണ് ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകുന്നത്. ഐശ്വര്യം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും. ഇത് സാധ്യമാകണമെന്നുണ്ടെങ്കിൽ ഈ വാക്യം അടിവരയിടേണ്ട ഒരു വാക്യമാകുന്നു. സദൃശ്യവാക്യം 10-ാമത്തെ അധ്യായം 4-5 വാക്യങ്ങൾ. മടിയുള്ള കൈകൊണ്ട് പ്രവർത്തിക്കുന്നവൻ ദരിദ്രനായിത്തീരുന്നു. ഉത്സാഹിയുടെ കൈയോ സമ്പത്തുണ്ടാക്കുന്നു. നിങ്ങൾ ബിസിനസ്സിൽ വിജയികളായിത്തീരണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഉത്സാഹികളായിത്തീരണം. കഠിനാധ്വാനം എന്ന ഒരു വാക്കിനെക്കാട്ടിലും നല്ലത് ഉത്സാഹി എന്ന വാക്കാണ്. നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന അധ്വാനത്തിലേക്ക് തള്ളിയിടുവാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ഉത്സാഹികളായിരുന്നാൽ മതി. നിങ്ങൾ ഉത്സാഹികളാകുന്നു എങ്കിൽ ഉത്സാഹികൾക്കാണ് ബിസിനസ്സിൽ വിജയം സ്വീകരിക്കുവാൻ കഴിയുന്നത്. 5-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. വേനൽക്കാലത്ത് ശേഖരിച്ചു വയ്ക്കുന്നവൻ ബുദ്ധിമാൻ, കൊയ്ത്തുകാലത്ത് ഉറങ്ങുന്നവനോ നാണം കെട്ടവൻ. ഇവിടെ 1 ഉത്സാഹിയായിരിക്കണം, 2 ശേഖരിച്ചു വയ്ക്കണം, സേവിങ് മെൻറ്റാലിറ്റി ഉണ്ടാകണം. വരാൻ പോകുന്ന
നാളകളെക്കുറിച്ച് മനസ്സിലാക്കി ഇപ്പോൾ തന്നെ ശേഖരിച്ചു വയ്ക്കുവാൻ തയ്യാറാകണം. ഇതൊക്കെ ബിസിനസ്സിലേക്ക് പ്രവേശിക്കുന്നവർക്കുണ്ടാകേണ്ട ഗുണമേന്മകളാണ്. അവർ ഉത്സാഹികളായിത്തീരണം. അവർ മുന്നമേ കാര്യങ്ങളെ കണ്ടുകൊണ്ട് ഇപ്പോൾ തന്നെ കരുതി വയ്ക്കുന്നവരായിത്തീരണം. അവിടെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം ബിസിനസ്സിൽ സ്വീകരിക്കുവാൻ കഴിയുന്നത്. ആവർത്തന പുസ്തകം 8-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം, നിൻ്റെ ദൈവമായ യഹോവയെ നീ ഓർക്കേണം, നിൻ്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത നിൻ്റെ നിയമം ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നത്. സാമ്പത്തിക മേഖലയിൽ ഒരു സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുവെങ്കിൽ ആരാണ് നിങ്ങൾക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി നൽകുന്നത്? നിന്റെ ദൈവമാകുന്ന യഹോവയാകുന്നു. ഗോഡ് ഫോക്കസ്ഡ് ആയിരിക്കണം നിൻ്റെ ബിസിനസ്. യേശുക്രിസ്തുവിൽ ഫോക്കസ്ഡ് ആയിട്ട് നീ ബിസിനസ്സിലേക്ക് പ്രവേശിക്കുന്നുവെങ്കിൽ മാത്രമേ ബൈബിൾ അടിസ്ഥാനത്തിൽ വിജയം നേടിയെടുക്കുവാൻ കഴിയത്തുള്ളൂ. ചില കാര്യങ്ങൾ കൂടെ ഞാനവിടെ ചേർത്ത് വെച്ച് പറയുകയാണ്. നിങ്ങൾ ബിസിനസ്സിൽ വിജയമായി തീരണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഓൺട്രപ്രനർ ആയിത്തീരുന്നു, ഒരു പ്രൊപ്പറേറ്റർ ആയിത്തീരുന്നു, ഒരു ബിസിനസ് തുടങ്ങുന്ന വ്യക്തിയായിത്തീരുന്നു, ആ ബിസിനസ്സിൻ്റെ കാര്യങ്ങളെല്ലാം നടത്തുന്നൊരു വ്യക്തിയായിത്തീരുന്നു. അവിടെ ഉടമസ്ഥൻ തന്നെ കാര്യസ്ഥൻ കൂടിയായിത്തീരണം. ഉടമസ്ഥൻ തന്നെ കാര്യസ്ഥൻ കൂടിയായിത്തീരണം. ഉടമസ്ഥനാകുന്നു എന്നതുകൊണ്ട് നിങ്ങൾക്കുള്ള ഉത്തരവാദിത്തങ്ങളെല്ലാം മറ്റുള്ളവരെ ഏൽപ്പിച്ചതിന് ശേഷം വെറുതെ ഇരിക്കുക എന്നതല്ല നിങ്ങൾ ഈ ബിസിനസ്സിലെടുക്കേണ്ട തീരുമാനം. നിങ്ങൾ തന്നെ കാര്യസ്ഥൻ കൂടിയായിത്തീരണം. അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്ന സാമ്പത്തികം, ആ സാമ്പത്തികത്തെ ഓവർസീ ചെയ്യുവാൻ, അതിനെ എങ്ങനെ ക്രമത്തിൽ ചിലവഴിക്കണം എന്നുള്ള കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ, ഇതിലൊക്കെ നല്ല നിലയിൽ പ്രവർത്തിക്കുവാൻ വേണ്ടിയുള്ള ജ്ഞാനം ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യത്തിൽ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന്, ആമേൻ, അവിടെ നല്ല നിലയിൽ പ്രവർത്തിച്ച ആ വ്യക്തിയോട്, ആ ദാസനോട് യജമാനൻ പറയുന്നുണ്ട്. അതിന് യജമാനൻ നന്ന്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, വെൽ ഡൺ, ഇംഗ്ലീഷിൽ വെൽ ഡൺ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, വെൽ ഡൺ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. അപ്പം ഈ വ്യക്തിയോട് ഇവിടെ യജമാനൻ പറയുകയാണ് വെൽ ഡൺ. അതുതന്നെ ബിസിനസ്സിലായിരിക്കുന്ന ഒരു ഓൺട്രപ്രനർ, ഒരു പ്രൊപ്പറേറ്റർ, ഒരു ഉടമസ്ഥൻ ദൈവത്തിൽ നിന്ന് കേൾക്കണം. നിൻ്റെ പക്കൽ ലഭിക്കുന്ന ആ സാമ്പത്തികത്തെ നീ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? നല്ല നിലയിലാണോ ഉപയോഗിക്കുന്നത്? യൂസ് യുവർ റിസോഴ്സസ് ടു ദെയർ മാക്സിമം കേപ്പബിലിറ്റി. ഞാൻ കോഴഞ്ചേരിയിലാണ് താമസിക്കുന്നത്. കോഴഞ്ചേരിയിൽ ഒരുപാട് ബിസിനസ്സുകാരുണ്ട്, ബിഗ് ബിസിനസ് ഫാമിലീസ് ഉണ്ട്. എന്നാൽ ഇവരെല്ലാം തുടങ്ങിയത് ചെറിയ തുടക്കത്തിൽ നിന്നാണ്. അവർ പടിപടിയായിട്ടാണ് ഉയർന്നു വന്നത്. ഒരു 80 വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ പിതാവിനോട് പറഞ്ഞിട്ടുണ്ട്, കോഴഞ്ചേരിയിലുള്ള ഒരു ബിഗ് ബിസിനസ് ഫാമിലി, പേര് പറഞ്ഞാൽ നിങ്ങൾക്കത് അറിയാവുന്ന, ലോകം മുഴുവൻ അറിയാവുന്ന ബിസിനസ് ഫാമിലിയാണ്. അവർ തുടങ്ങിയത് പലചരക്ക് കച്ചവടത്തിലൂടെയാണ്. 80 വർഷങ്ങൾക്ക് മുന്നമേ, ഒരു 80-70 വർഷങ്ങൾക്ക് മുന്നമേ അവർക്ക് കോഴഞ്ചേരിയിൽ ഒരു പലചരക്ക് കടയുണ്ടായിരുന്നു. ആ കടയിൽ അതിൻ്റെ ഉടമസ്ഥൻ, അന്നത്തെ ഈ കുടുംബത്തിൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആ കടയിൽ ഇരിക്കുമ്പോൾ എൻ്റെ പിതാവ് ശ്രദ്ധിച്ചിട്ടുണ്ട്. എൻ്റെ പിതാവ് ബാലകനാണ്. എൻ്റെ പിതാവ് ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ കടയിലായിരിക്കുന്ന ഈ ഉടമസ്ഥന് യൂസിങ് ഹിസ് റിസോഴ്സസ് ടു ദെയർ മാക്സിമം കേപ്പബിലിറ്റി. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ചാക്കിനകത്ത് വെച്ചിരിക്കുന്ന അരിയിൽ നിന്ന് ഒരു അരിമണി താഴെ പോയാൽ ആ ഉടമസ്ഥൻ വന്നതിന് ശേഷം അതെടുത്ത് തിരികെ ആ ചാക്കിലിടുമായിരുന്നു. അവിടെ
ആ റിസോഴ്സസിനെ മാക്സിമം യൂസ് ചെയ്യുന്ന ഒരു പ്രവണതയാണ് വെളിപ്പെടുന്നത്. ഉടമസ്ഥൻ തന്നെ കാര്യസ്ഥൻ കൂടിയായിരിക്കണം. രണ്ടാമതായിട്ട് നിങ്ങൾ വലിയ സ്വപ്നങ്ങൾ കാണുന്നവരായി തീരണം. ബിസിനസ്സിലേക്ക് പ്രവേശിക്കുന്നവർ, ബൈബിൾ അടിസ്ഥാനത്തിൽ നിങ്ങൾ ബിസിനസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ബിഗ് ഡ്രീംസ്, വലിയ സ്വപ്നങ്ങൾ കാണുവാൻ തയ്യാറാകുക. നമുക്ക് ചിന്തിക്കുവാനും സങ്കല്പിക്കുവാനുമുള്ള പ്രാപ്തിയുണ്ട്. നിങ്ങൾ സങ്കല്പിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ സങ്കല്പിക്കുക. നിങ്ങളുടെ വ്യാപാരവുമായുള്ള ബന്ധത്തിൽ നല്ല കാര്യങ്ങൾ സങ്കല്പിക്കുക. ഇവിടെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വ്യാപാരത്തിലേക്ക് പ്രവേശിക്കുന്നവർ, ബിസിനസ്സിലേക്ക് പ്രവേശിക്കുന്നവർ മനസ്സിലാക്കുക, അതിനകത്തൊരു ബോൺ ടാലൻ്റ് ഉണ്ട്, ജന്മവാസനയുണ്ട്. എല്ലാവർക്കും ബിസിനസ്സുകാരാകാൻ കഴിയത്തില്ല. ബിസിനസ്സിലേക്ക് പ്രവേശിക്കുന്നവരെ എല്ലാം ശ്രദ്ധിച്ചാൽ, അതിൽ വിജയികളാകുന്നവരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ജന്മവാസനയുണ്ട്. ഈ ശബ്ദം കേട്ടുകൊണ്ട് നിങ്ങളാരും ബിസിനസ്സിലേക്ക് പ്രവേശിക്കരുത്. നിങ്ങളുടെ കഴിവുകളെക്കുറിച്ച് നിങ്ങൾ വിശകലനം നടത്തണം. ദൈവസന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ളൊരു കാര്യം നിങ്ങളുടെ ഉള്ളിൽ ആ ചിന്തയിൽ കടന്നു വരുന്നുവെങ്കിൽ പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് അതിനുള്ള താലന്തുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കണം. ആ നിലയിൽ താലന്തുകൾ ഉള്ളവരാണ് ഇതിൽ വിജയികളായി തീരുന്നത്. പൊതുവിൽ ഇതിനെല്ലാം എക്സെപ്ഷൻസ് ഉണ്ട്. പൊതുവിൽ ഞാൻ പറയുന്നത്, ബിസിനസ്സിലേക്ക് പ്രവേശിക്കുന്നവരിലെല്ലാം ഒരു ജന്മവാസന ശ്രദ്ധിച്ചിട്ടുണ്ട്. ബിഗ് ഡ്രീംസ്, വലിയ കാര്യങ്ങൾ സങ്കല്പിക്കുവാൻ തുടങ്ങണം. ഇമ്പോസിബിളായിട്ടുള്ള കാര്യങ്ങൾ സങ്കല്പിക്കുവാൻ തുടങ്ങണം. അത് സാധ്യമാകുമെന്ന് വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. എഫേസ്യ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 20-21 വാക്യങ്ങളിൽ 20-ാം വാക്യം ശ്രദ്ധിക്കുക. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും ഇമാജിൻ ചെയ്യുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. നിങ്ങൾ യേശുവുള്ളവരാകുന്നു. ബൈബിൾ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഒരു ബിസിനസ്സിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ അത്ഭുതം നിങ്ങളിൽ സംഭവിക്കും. ഞാൻ ഒരിക്കലെ ആസാമിൽ ടിൻസിക്യ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഇറ്റാനഗറിലേക്ക്, അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗറിലേക്ക് ബസ്സിൽ യാത്ര ചെയ്യണം. അതിനാൽ ഞാൻ രാത്രികാലങ്ങളിൽ പോകുന്ന ബസ്സുകളുണ്ട്, നൈറ്റ് സൂപ്പർ ബസ്സുകളുണ്ട്. നൈറ്റ് സൂപ്പർ ബസ്സുകളിൽ യാത്ര ചെയ്യുവാൻ തീരുമാനിച്ച് അങ്ങനെ ഉള്ള ഒരു ബസ് കമ്പനിയുടെ അവരുടെ ടിക്കറ്റ്സ് വയ്ക്കുന്ന ആ സ്ഥലത്ത് ചെന്നതിന് ശേഷം ഞാനൊരു ടിക്കറ്റ് വാങ്ങി. ജോൺ ബസ് എന്ന് പറയുന്നൊരു പേര് ഞാൻ ശ്രദ്ധിച്ചു. ആസാമിൽ ജോൺ എന്ന പേരോ. എന്തായാലും ആ ബസ്സിൻ്റെ ടിക്കറ്റ് എടുത്തൊരു വോൾവോ ബസ്സാണ്. ആ ടിക്കറ്റ് വാങ്ങിയപ്പോൾ ആ ടിക്കറ്റിൻ്റെ അടിവശത്ത് എഴുതി വച്ചിരിക്കുകയാണ്, ഇംഗ്ലീഷിൽ എഴുതി വച്ചിരിക്കുകയാണ്, ബിലീവ് ഇൻ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് യു ആൻഡ് യുവർ ഫാമിലി ഷാൽ ബി സേവ്ഡ്. അപ്പോസ്തലപ്രവൃത്തി 16-ാമത്തെ അധ്യായത്തിലെ വാക്യമാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആസാമിൽ ബൈബിൾ വേഴ്സ് എഴുതിയ ഒരു ബസ് ടിക്കറ്റോ? ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പെട്ടെന്ന് എന്നെ അവിടെ കൊണ്ടുപോയ ആ പ്രിയ കുടുംബത്തോട് ഞാൻ ഈ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഒരു വലിയ അത്ഭുതം സംഭവിച്ച മനുഷ്യനാണ് ഈ ബസ്സിൻ്റെ ഉടമസ്ഥൻ. അദ്ദേഹം യേശുക്രിസ്തുവിനെ രക്ഷകരും കർത്താവുമായിട്ട് ചില വർഷങ്ങൾക്ക് മുന്നമേ സ്വീകരിച്ചു. ആ സമയത്ത് താനൊരു ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു. ഈ മനുഷ്യൻ്റെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു. താൻ വിവാഹം കഴിഞ്ഞപ്പോൾ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയാണ് താൻ കല്യാണം കഴിച്ചത്. അപ്പോൾ ആ കുട്ടിയുടെ ഇൻഫ്ലുവൻസ് കൂടിയാണ് അങ്ങനെ ഈ മനുഷ്യൻ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച ഈ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ഹൃദയത്തിൽ ഇതുപോലെ ബിഗ് ഡ്രീംസ് വരാൻ തുടങ്ങി. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ തൻ്റെ ഹൃദയത്തിലൊരു തോന്നലുണ്ടായി, ഒരു പിക്കപ്പ് വാൻ വാങ്ങണമെന്ന്. അതിനുവേണ്ടി ശ്രമിച്ചു. അങ്ങനെ അതാണൊരു തുടക്കം. ഓട്ടോറിക്ഷയിൽ നിന്ന് വളരെ മെല്ലെ താൻ പിക്കപ്പ് വാനിലേക്ക് പ്രവേശിച്ചു. ഒരു പിക്കപ്പ് വാൻ വാങ്ങി. അത് നല്ലതായിട്ട് പോയപ്പോൾ, ലാഭമുണ്ടായി കഴിഞ്ഞപ്പോൾ അങ്ങനെയാണ് താൻ അതിനുശേഷമായിട്ട് ഒരു ബസ് വാങ്ങിയത്. സാധാരണ ലൈലാൻഡ് പോലെയുള്ളൊരു ബസ് വാങ്ങുകയുണ്ടായി. ആ ബസ്സും അതും വിജയകരമായി തീർന്നു കഴിഞ്ഞപ്പോൾ ലാഭം
ആ നിലയിൽ വന്നപ്പോൾ അത് ശേഖരിച്ച് വെച്ചാണ് താൻ പിന്നീട് ഒരു വോൾവോ ബസ് വാങ്ങിയിട്ട് ഇൻ്റർസ്റ്റേറ്റ് യാത്രകൾക്ക് വേണ്ടി ആ ബസ് ഉപയോഗിക്കുവാൻ തുടങ്ങി. ഞാൻ ആ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് വാങ്ങുമ്പോൾ അവർക്ക് 4 or 5 വോൾവോ ബസ്സുകളുണ്ട്. എവിടെ നിന്നാണ് തുടങ്ങിയത്? ഓട്ടോറിക്ഷയിൽ നിന്ന് സൂക്ഷ്മതയോടുകൂടി തന്നിൽ തീർച്ചയായിട്ടും ഈ ബിസിനസ്സിൻ്റെ താലന്തുകളുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. എന്നാൽ അവിടെ ബൈബിൾ അടിസ്ഥാനത്തിൽ ആ കാര്യങ്ങൾ ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം വന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം വന്നതിനാലാണ് തൻ്റെ ടിക്കറ്റിൽ പോലും സുവിശേഷീകരണത്തിന് വേണ്ടിയുള്ള ആ സാധ്യതകളെ താൻ പ്രയോജനപ്പെടുത്തുന്നത്. ടിക്കറ്റിൽ പ്രിൻ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോസ്തല പ്രവൃത്തി 16-ാമത്തെ അധ്യായത്തിലെ വാക്യം. അന്ന് രാത്രിയിൽ ഞാൻ ആ ബസ്സിൽ കയറിയപ്പോൾ എൻ്റെ ജീവിതത്തിലാകി ആദ്യമായിട്ട് നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്ത എത്രയെത്ര യാത്രകൾ, 28 വർഷമായിട്ട് ഞാൻ അവിടെ എത്രയെത്ര 100 കണക്കിന് ബസ് യാത്രകൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ജീവിതത്തിൽ ആദ്യമായിട്ട് പ്രൈസ് ദ ലോർഡ് എന്ന് എഴുതിയിരിക്കുന്ന ഒരു ബസ്സിൽ എനിക്ക് കയറി യാത്ര ചെയ്യുവാൻ കഴിഞ്ഞു. ബിഗ് ഡ്രീംസ്, വലിയ സ്വപ്നങ്ങൾ നിങ്ങൾ കാണുവാൻ തയ്യാറാകുക. മറ്റൊരു കാര്യം, വളരെ സോളിഡ് ഫൗണ്ടേഷൻ. നിങ്ങളുടെ ബിസിനസ്സിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ ചെറിയ തോതിൽ തന്നെ തുടങ്ങുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് നല്ല അടിസ്ഥാനം, നല്ല ഉറപ്പുള്ള അടിസ്ഥാനമുണ്ടാകണം. ഉറപ്പുള്ള അടിസ്ഥാനമുണ്ടാകണമെങ്കിൽ നല്ല മൂല്യങ്ങൾ, വാല്യൂസ് നിങ്ങൾക്കുണ്ടാകണം. നല്ല വിശ്വാസങ്ങൾ നിങ്ങൾക്കുണ്ടാകണം. ഈ ബിസിനസ് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാകുന്നു. അതൊരു നല്ല അടിസ്ഥാനമാണ്, ഒരു സോളിഡ് ഫൗണ്ടേഷനാണ്. ആ സോളിഡ് ഫൗണ്ടേഷനിൽ നിങ്ങളത് പണിതെടുക്കുമ്പോൾ റൈറ്റ് ഡിസിഷൻസ്, ശരിയായ തീരുമാനങ്ങൾ, ആരംഭ സമയത്ത് തന്നെ നിങ്ങളെടുക്കുന്ന ശരിയായ തീരുമാനങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിനെ വിജയത്തിലെത്തിക്കും. നിങ്ങൾ തീരുമാനിക്കുന്നു, ഞായറാഴ്ച എൻ്റെ ഈ ബിസിനസ് പ്രവർത്തിക്കുകയില്ല, ഞായറാഴ്ച റെസ്റ്റ് ഡേ ആണ്. അതൊരു വാല്യൂ ആണ്. അതേപോലെയുള്ള നല്ല വാല്യൂസ് നിങ്ങൾക്ക് നടപ്പിലാക്കുവാൻ കഴിയും. നിങ്ങൾക്ക് വേണമെങ്കിൽ തീരുമാനമെടുക്കുവാൻ കഴിയും. എല്ലാ ദിവസവും എൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുന്നമേ എന്നോട് ഒന്നിച്ച് പ്രവർത്തിക്കുന്നവരുമായി ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ച് എൻ്റെ ആ ദിവസം ആരംഭിക്കും. ഇതേപോലെയുള്ള നല്ല വാല്യൂസ് നിങ്ങളുടെ സോളിഡ് ഫൗണ്ടേഷനായി തീരണം. റൈറ്റ് ഡിസിഷൻസ് ഉണ്ടാകണം. മാത്രമല്ല, കൂടെ നിൽക്കുന്നവർ, കൂറുള്ളവരെ കൂടെ നിർത്തണം. വളരെ വിശ്വസ്തരും കൂറുള്ളവരെയും കണ്ടെത്തുക. അങ്ങനെയുള്ളവരെ കൂടെ നിർത്തുവാൻ തയ്യാറാകുക. ഉത്സാഹികളായിരിക്കണം. നല്ലതുപോലെ പ്രവർത്തിക്കുന്നവർ പാഷനേറ്റായിട്ട് പ്രവർത്തിക്കുന്നവരായിരിക്കണം. വളരെ പാഷനേറ്റായിട്ട്, ഉത്സാഹം മാത്രമല്ല, അവിടെ വളരെ പാഷനേറ്റ് എന്ന് പറയുമ്പോൾ ഒരു 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 തീഷ്ണതയോടുകൂടെ പ്രവർത്തിക്കുന്നവരാകണം. അവിടെയാണ് ഈ ബിസിനസ് വിജയത്തിലെത്തുവാൻ പോകുന്നത്. സദൃശവാക്യങ്ങൾ അതിൻ്റെ 4-ാമത്തെ അധ്യായം 24 മുതലുള്ള ചില വാക്യങ്ങൾ നല്ല വാല്യൂസാണ്. വായുടെ വക്രത നിങ്ങളിൽ നിന്ന് നീക്കിക്കളയുക. അപ്പോൾ സംസാരിക്കുമ്പോൾ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് സംസാരിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഒരു വാല്യൂ ആയിരിക്കണം, ഒരു മൂല്യമായിരിക്കണം. അധരങ്ങളുടെ വികടം നിങ്ങളിൽ നിന്ന് അകറ്റുക. 25, നിന്റെ കണ്ണ് നേരെ നോക്കട്ടെ. ലക്ഷ്യങ്ങൾ, ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ, അതോടൊന്നിച്ച് തന്നെ എല്ലാവിധമാകുന്ന വക്രതകളും എല്ലാവിധമാകുന്ന വഞ്ചനകളും, വേറൊരാളുടെ കണ്ണിൽ നോക്കി സംസാരിക്കുവാൻ കഴിയുന്ന നിലവാരത്തിലേക്ക് ഒരു മനുഷ്യൻ മാറുകയാണെങ്കിൽ ആ മനുഷ്യൻ സത്യസന്ധനായി തീരുകയാണ്. നിന്റെ കണ്ണ് നേരെ നോക്കട്ടെ, നിന്റെ കണ്ണിമ ചൊവ്വേ മുമ്പോട്ട് മിഴിക്കട്ടെ. 26, നിന്റെ കാലുകളുടെ പാതയെ നിരപ്പാക്കുക. നിന്റെ നടപ്പ്, പ്രവൃത്തി ഇതെല്ലാം ബൈബിൾ അടിസ്ഥാനത്തിലാകുകയാണെങ്കിൽ അവിടെയാണ് ദൈവികമാകുന്ന അനുഗ്രഹം വെളിപ്പെടുന്നത്. നിന്റെ കാലുകളുടെ പാതയെ നിരപ്പാക്കുക. നിന്റെ വഴികളെല്ലാം സ്ഥിരമായിരിക്കട്ടെ. ഇത് നല്ല സോളിഡ് ഫൗണ്ടേഷനാണ്. ഇടത്തോട്ടോ വലത്തോട്ടോ തിരയരുത്. നിന്റെ കാലിനെ ദോഷം വിട്ടകലുമാറാക്കുക.
ഈ നിലയിൽ സോളിഡ് ഫൗണ്ടേഷൻ ഉണ്ടാകണം. നമ്മൾ കരുതും പണമായിരിക്കും ഒരു സോളിഡ് ഫൗണ്ടേഷൻ എന്ന്. പണം, മണി ഈസ് ദ ലോവസ്റ്റ് ഫോം ഓഫ് പവർ ഓൺ എർത്ത്. ക്രയവിക്രയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കടലാസ് മാത്രമാണ്, അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരു സാങ്കല്പികമാകുന്ന കാര്യം മാത്രമാണ് പണം എന്ന് പറയുന്നത്. മണിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. മണി ഈസ് ദ ലോവസ്റ്റ് ഫോം ഓഫ് പവർ ഓൺ എർത്ത്. പണത്തിലാണ് നിൻ്റെ ബിസിനസ്സിൻ്റെ ഫൗണ്ടേഷൻ എങ്കിൽ, പണത്തിലാണ് നിൻ്റെ ബിസിനസ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നതെങ്കിൽ നിൻ്റെ ബിസിനസ് തകർന്നു പോകും. കാരണം അത് ഏറ്റവും ലോവസ്റ്റ് ഫോം ഓഫ് പവർ ഓൺ ദിസ് എർത്ത്. ഈ ഭൂമിയിലെ ഏറ്റവും വില കുറഞ്ഞ കാര്യമാണ് പണമെന്ന് പറയുന്നത്. പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നും തുടങ്ങാനൊക്കത്തില്ല. നിൻ്റെ ബിസിനസ് ഒരിക്കലും പണത്തിൽ ഫൗണ്ടഡ് ആയിരിക്കരുത്. പകരം വാല്യൂസ് ഉണ്ട്, കഴിവുകളുണ്ട്, ടാലൻറ്റുകളുണ്ട്, റിലേഷൻഷിപ്സ് ഉണ്ട്. ഇങ്ങനെയുള്ള മൂല്യങ്ങളിൽ ഫൗണ്ടഡ് ആകുന്നു എങ്കിൽ അതൊരു സോളിഡ് ഫൗണ്ടേഷനാണ്. ആ സോളിഡ് ഫൗണ്ടേഷൻ ഉള്ള ബിസിനസ്സിൽ പണം വരും, പണത്തെ നമ്മൾ ഉപയോഗിക്കും. എന്നാൽ പണം ഒരിക്കലും നിൻ്റെ ബിസിനസ്സിൻ്റെ പ്രധാനപ്പെട്ട കാര്യമായി തീരുകയില്ല, നിൻ്റെ ബിസിനസ്സിൻ്റെ അടിസ്ഥാനമായി തീരുകയില്ല. നിൻ്റെ ബിസിനസ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് നല്ല തീരുമാനങ്ങളിലും നല്ല വാല്യൂസിലുമാകുന്നുവെങ്കിൽ നീ വിജയിയായി തീരുവാൻ പോകുന്നു. ഇനി ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, കൂടെ പ്രവർത്തിക്കുന്നവർ. ആ കൂടെ പ്രവർത്തിക്കുന്നവർ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, റൈറ്റ് ആൻഡ് ബെസ്റ്റ് പീപ്പിൾ. നല്ലവരെ കണ്ടെത്തണം, കഴിവുള്ളവരെ കണ്ടെത്തണം, ഇവരെ കൂടെ നിർത്തണം. ഈ കൂടെ നിൽക്കുന്നവരെ നിങ്ങൾ അവരെ പരിശീലിപ്പിച്ചെടുക്കണം. ഇംപ്രൂവ് യുവർ ടീം. കൂടെ നിൽക്കുന്നവരെ നിങ്ങൾ പരിശീലിപ്പിച്ചെടുക്കണം. അവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇവർക്ക് ഈ ചെയ്യുന്ന കാര്യത്തോട് പാഷൻ ഉണ്ടോ എന്നുള്ളതാണ്. ഞാൻ 28 വർഷമായിട്ട് പ്രസംഗിക്കുന്നു. 28 വർഷം, 28 ഇപ്പോൾ 32 വർഷമായിട്ട് പ്രസംഗിക്കുന്നു ഏകദേശം. ഓക്കെ, 28 പറയാം. 28 വർഷമായിട്ട് ഞാൻ പ്രസംഗിക്കുന്നു. 28 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും പ്രസംഗിക്കുവാൻ എനിക്കൊരു പാഷനുണ്ട്. പ്രസംഗിക്കാതിരിക്കാൻ കഴിയില്ല. എൻ്റെ ഈ പാഷൻ എനിക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ കഴിഞ്ഞു, തീർന്നു. അതേപോലെ നിൻ്റെ ബിസിനസ്സിൽ ജോലി ചെയ്യുന്നവർ ആ ചെയ്യുന്ന ജോലിയിൽ പാഷനേറ്റ് ആകുന്നുവോ? അങ്ങനെ പാഷനേറ്റ് ആയെങ്കിൽ മാത്രമേ ആ ചെയ്യുന്ന കാര്യം അവർക്ക് ഏറ്റവും നന്നായി ചെയ്യുവാൻ കഴിയത്തുള്ളൂ. ആ പാഷൻ അവർക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ അവരെ ആ മേഖലയിൽ നിന്ന് മാറ്റുകയാണ് നല്ലത്. അവിടെ ഏറ്റവും അധികം ശ്രദ്ധിക്കണം. അവരെ ചെയ്യുന്ന ജോലിയിൽ പാഷനേറ്റ് ആക്കുവാൻ വേണ്ടി ഉടമസ്ഥനാകുന്ന നിനക്ക് ഉത്തരവാദിത്വമുണ്ട്. എഫേസ്യ ലേഖനം 2-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. ഈ ഭൂമിയിലായിരിക്കുന്ന ഓരോരുത്തർക്കും ദൈവം ഓരോ ഉത്തരവാദിത്തങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ അവർ ചെയ്യുവാൻ വേണ്ടി ദൈവം നേരത്തെ തന്നെ ആ കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. സൽപ്രവർത്തികൾ, നല്ല പ്രവർത്തികൾ, ആ ചെയ്യുന്ന പ്രവർത്തികൾ പാഷനേറ്റായിട്ട് ചെയ്യുവാൻ, ടീമായിട്ട് പ്രവർത്തിക്കുവാൻ. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കണം, ഒരു വ്യക്തിക്ക് തനിയെ ബിസിനസ്സിൽ ഒരിക്കലും വിജയിയായി തീരുവാൻ കഴിയത്തില്ല. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു ടീം ഒരുമിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ വിജയികളായി തീരുവാൻ കഴിയത്തുള്ളൂ. ടീം വർക്കിന് കമ്മിറ്റഡ് അല്ലെന്നുണ്ടെങ്കിൽ ബിസിനസ്സിൽ വിജയിയായി തീരില്ല. ഒരുമിച്ച് പ്രവർത്തിക്കുക, ഒരു ടീമായി പ്രവർത്തിക്കുക, നിങ്ങൾ വിജയികളായി തീരുവാൻ പോകുന്നു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിതയും കൊയ്ത്തും. ഏറ്റവും പ്രധാനപ്പെട്ടത്, നിങ്ങൾ ബിസിനസ്സിലേക്ക് പ്രവേശിക്കുന്നു. ബിസിനസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് ലഭിക്കുന്നതിന് മുന്നമേ തന്നെ വിത ആരംഭിച്ചു കൊള്ളുക. നല്ല കാര്യങ്ങളിൽ വിതയ്ക്കുവാൻ തുടങ്ങുക. അതൊരു പ്രധാനപ്പെട്ട ബൈബിൾ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ബിസിനസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലോ ആണ് സോയിങ് ആൻഡ് റീപ്പിംഗ് എന്ന് പറയുന്നത്, വിതയും കൊയ്ത്തും എന്ന് പറയുന്നത്. ധാരാളമായി നിങ്ങൾ വിതയ്ക്കുവാൻ തയ്യാറാകുക. എല്ലാ ദിവസവും വിതയ്ക്കുവാൻ തയ്യാറാകുക. നിങ്ങൾ ബിസിനസ്സിലായിരിക്കുന്നവർ ഔദാര്യമുള്ളവരായിരിക്കണം. ജനറോസിറ്റി നിങ്ങൾക്കുണ്ടാകണം. ആ വൈസായിട്ടുള്ള ജനറോസിറ്റിയാണ്. ഒരിക്കലും നിങ്ങൾക്ക് ജനറോസിറ്റി ഉണ്ട് എന്നതുകൊണ്ട് ആരെങ്കിലും നിങ്ങളെ മുതലെടുക്കുവാൻ വേണ്ടി നിങ്ങൾ അനുവദിക്കരുത്. ബിസിനസ്സിലായിരിക്കുന്നവർക്ക്
വളരെ വിസ്ഡം ദൈവം കൊടുക്കും. അങ്ങനെ മുതലെടുപ്പുകൾക്കൊരിക്കലും ബിസിനസ്സിലായിരിക്കുന്നവർ ഇരകളായിത്തീരുകയില്ല. ബോൺ ടാലൻ്റ് ആകുന്നുവല്ലോ. എന്നാൽ അവിടെ തന്നെ നിങ്ങൾ ജനറസ് ആകുകയും ചെയ്യണം, ഔദാര്യമുള്ളവരായി തീരുകയും എല്ലാ ദിവസവും വിതയ്ക്കണം. എല്ലാ ദിവസവും വിതയ്ക്കാൻ അവസരം കണ്ടെത്തി വിതച്ചോണം. കൊയ്ത്ത് ലഭിക്കുന്നതിന് മുന്നമേ തന്നെ വിതച്ചോണം. അങ്ങനെയല്ലേ കൊയ്ത്ത് ലഭിക്കുന്നത്? വിതയ്ക്കാതെ കൊയ്ത്ത് ലഭിക്കുകയില്ലല്ലോ. ധാരാളമായി വിതച്ചു കൊള്ളുക. നമുക്ക് വളരെ പരിചിതമാകുന്നൊരു വാക്യം കൂടെ വായിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. 2 കൊരിന്ത്യർ അതിൻ്റെ 9-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം. എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളുവീൻ. ബിസിനസ്സിലായിരിക്കുന്നവർ നിങ്ങൾ വിതയ്ക്കുവാൻ തയ്യാറാകുക. നിങ്ങൾക്ക് പ്രോഫിറ്റ് ലഭിക്കുമ്പോൾ നിങ്ങൾ ബിസിനസ്സിലാകുകയാണ്. അപ്പോഴാകുന്നു ബിസിനസ് ആകുന്നത്. പ്രോഫിറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ ബിസിനസ്സില്ല. ബിസിനസ്സിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു, നിങ്ങൾക്ക് പ്രോഫിറ്റ് ലഭിക്കുന്നു. പ്രോഫിറ്റ് ലഭിക്കുമ്പോൾ നിങ്ങൾ ഒരു ഭാഗം വിതയ്ക്ക് വേണ്ടി വിതയ്ക്കുക. നല്ല നിലത്ത് വിതയ്ക്കുക, സുവിശേഷ വേലയിൽ വിതയ്ക്കുക, ദരിദ്രരുടെ ജീവിതത്തിൽ വിതയ്ക്കുക, വിധവകൾക്ക് അവരുടെ ജീവിതത്തിൽ വിതയ്ക്കുക, അനാഥരുടെ ജീവിതത്തിൽ വിതയ്ക്കുക. അങ്ങനെ വിതയും കൊയ്ത്തും. പരിശുദ്ധാത്മാവ് വൻ കാര്യങ്ങൾ ചെയ്യട്ടെ. ഈ എപ്പിസോഡുകൾ നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ വ്യാപാര മേഖലയെ കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, യേശുവിൻ നാമത്തിൽ ഈ ശബ്ദം കേട്ട് ഓരോരുത്തരുടെ മേലും അങ്ങയുടെ ആശീർവാദത്തെ അയക്കണമേ. പ്രത്യേകിച്ച് ബിസിനസ്സിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവരെ അങ്ങയുടെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണം കർത്താവേ. അവരിലുള്ള പ്രത്യേകമാകുന്ന താലന്തിനെ സജീവമാക്കുവാൻ പരിശുദ്ധാത്മാവേ പ്രവർത്തിക്കണമേ. അവരായിരിക്കുന്ന മേഖലയിൽ അവർ ഉത്സാഹികളായി അധ്വാനിക്കുവാൻ കർത്താവ് അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബിസിനസ്സിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കുന്നു. ബിസിനസ്സിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ സന്ദർഭത്തിൽ തന്നെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശാരീരിക രോഗം അനുഭവിക്കുന്നവർ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. അത്ഭുത സൗഖ്യങ്ങളെ, അത്ഭുത വിടുതലുകളെ അങ്ങ് അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കഴുത്തിൽ ശക്തമാകുന്ന വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ യേശു ഇപ്പോൾ തൊടുന്നു. യേശുവിൻ നാമത്തിൽ സൗഖ്യം സ്വീകരിക്കുക. തൈറോയിഡ് സംബന്ധമാകുന്ന രോഗബാധകൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ശരീരം വിട്ടുപോകട്ടെ. ഈ നിമിഷത്തിൽ തന്നെ സൗഖ്യം സ്വീകരിക്കുക. വളരെ ശക്തമാകുന്ന ചുമ വളരെ ദിവസങ്ങളായി മാറിപ്പോയിട്ടില്ല. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ അത് സ്റ്റോപ്പാകട്ടെ. പിടിച്ചു നിർത്തുന്നത് പോലെ സ്റ്റോപ്പായി സൗഖ്യമാകുക. യേശുവിൻ നാമത്തിൽ അത്ഭുത സൗഖ്യങ്ങളെ കർത്താവ് റിലീസ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കഠിന വേദനകൾ ഇപ്പോൾ വിട്ടുപോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. രോഗികൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. അങ്ങ് മഹാത്ഭുതങ്ങൾ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. സകല മഹത്വവും അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. ഈ എപ്പിസോഡ് തീർച്ചയായിട്ടും മറ്റുള്ളവരുമായി നിങ്ങൾ ഷെയർ ചെയ്യണം, പങ്കുവയ്ക്കണം. മാത്രമല്ല ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മനസ്സ് കാണിക്കുക. കർത്താവ് നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.